ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് സെക്കൻഡുകൾക്ക് മുമ്പ് അവസാനിച്ച കാര്യം പറയാനും വേണ്ടിയിട്ടും പാസ്റ്റിൽ തുടങ്ങിയിട്ട് ജസ്റ്റ് സെക്കൻഡുകൾക്ക് മുമ്പ് അവസാനിച്ച കാര്യം പറയാനായിട്ടും ഈ ടെൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കും. ഇതിൻ്റെ യൂസേജ് പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഹാസ് ബീൻ പ്ലസ് വെർബ് വൺ പ്ലസ് ING. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING. അപ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഏത് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം തന്നെയാണ്. ഈ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഹീ ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. നമ്മൾ നോക്കുമ്പോൾ എന്താണ്? അവൻ ഫ്ലോറയിൽ കിടക്കുകയാണ്. അത് എപ്പോഴാണ് കിടപ്പ് അവിടെ തുടങ്ങിയത് എന്നും പറയുന്നില്ല. കാണുമ്പോൾ എന്താണ്? ഫ്ലോറയിൽ കിടക്കുകയാണ്. അപ്പോൾ ലൈ എന്നുള്ള ഈ വെർബിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ വരുന്നത് LYING എന്നാണ് ലൈയിങ് എന്ന് വരുന്നത്. അപ്പോൾ ഹീ ഈസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ നൗ. ഇപ്പോൾ എന്താണ്? ഫ്ലോറിൽ കിടക്കുകയാണ്. ഇനി ആ കിടപ്പ് മുമ്പ് തുടങ്ങിയിട്ട് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള മീനിങ്ങിൽ വരുമ്പോൾ ഈ ഹാസ് ബീൻ ലൈയിങ് ദയർ ഫോർ 3 hours. 3 മണിക്കൂറോളമായിട്ട് എന്താണ്? അവനവിടെ കിടക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒരു 4 പകരം സിൻസ് ആണെങ്കിലോ സിൻസ് മോർണിംഗെന്നോ സിൻസ് 5 o'clock ഒക്കെ നമുക്ക് ആക്കി മാറ്റാം. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ട് എന്താണ്? ഞാനിപ്പോൾ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ ആക്ടിവിറ്റി നടക്കുന്ന ആക്ടിവിറ്റി നടക്കുന്നതാണ് നൗ, ഇപ്പോഴാണ് അത് നടക്കുന്നത്. ഇനി മുമ്പ് തുടങ്ങിയിട്ട് എന്താണ്? അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഓൾ മോർണിംഗ്. മോർണിംഗ് മുഴുവൻ എന്താണ്? ഞാൻ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്താണ്? ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദ കാറ്റ് ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫയർ. കാറ്റ് എന്താണ്? ഫയറിന് മുമ്പിൽ എന്താണ്? ഇരിക്കുകയാണ്. നൗ, ഇപ്പോൾ ഇരിക്കുകയാണ്. ദ കാറ്റ് ഹാസ് ബീൻ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫയർ സിൻസ് ടീ ടൈം. ടീ ടൈം മുതൽ എന്താണ്? ആ കാറ്റ് എന്താണ്? ആ ഫയറിന് മുമ്പിൽ എന്താണ്? ആ ഇരിപ്പ് അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഒരു 2-3 സെൻറ്റൻസുകൾ കൂടി എഴുതി ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാം. ഈ സെൻറ്റൻസിൽ നോക്കുക. I have been living here since 2000. 2000 മുതൽ എന്താണ്? ഞാനിവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2000 താമസം തുടങ്ങി, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിൻസിന് പകരം നമുക്കൊരു 4, 5 years, 10 years അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം 4 ഉപയോഗിച്ചാണെങ്കിൽ. I have been looking at this picture for 5 minutes. 5 മിനിറ്റായി ഞാൻ ഈ പിക്ചറിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് മുമ്പ് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ബട്ട് ഐ ക്യാൻറ്റ് സീ യു ഇൻ ഇറ്റ്. ക്യാൻറ്റ് കഴിയില്ല. ഐ ക്യാൻറ്റ് സീ യു ഇൻ ഇറ്റ്. നിന്നെ എന്താണ്? അതിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അടുത്തത് നോക്കുക. ഐ നോ. ഞാൻ മനസ്സിലാക്കുന്നു. യു ഹാവ് ബീൻ ടോക്കിംഗ് എബൌട്ട് ഗ്രാമർ ഫോർ ദ ലാസ്റ്റ് ഹാഫ് അവർ. ഫോർ ദ ലാസ്റ്റ് ഹാഫ് അവർ, കഴിഞ്ഞ അരമണിക്കൂറോളമായിട്ട് എന്താണ്? യു ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ഗ്രാമർ. ഗ്രാമറിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ നോ ഇറ്റ്. എനിക്കതറിയാം. ബട്ട് ഐ എം അഫ്രൈഡ്. ഈ ഐ എം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എം സോറി എന്നുള്ള അതേ മീനിങ് തന്നെയാണ് ഐ എം അഫ്രൈഡ് എന്ന് വരുമ്പോൾ ഉള്ളത്. ബട്ട് ഐ എം അഫ്രൈഡ് ഐ ഹാവ് നോട്ട് ബീൻ ലിസണിങ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സംസാരിക്കുന്ന സമയം മുഴുവനും എന്താണ്? ഞാൻ ശ്രദ്ധിക്കുക ആയിരുന്നില്ല. നമുക്ക് 2-3 സെൻറ്റൻസ് കൂടി വേറെ നമുക്ക് എഴുതാം. ഈ സെൻറ്റൻസുകൾ നോക്കുക. വെർബ് നോക്ക്. വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്. ഇത് റെഗുലർ വെർബാണ്. അതുകൊണ്ടാണ് നമ്മൾ ED ചേർത്ത് എഴുതിയിരിക്കുന്നത്. വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്. ഇത് ഇറഗുലർ വെർബാണ്. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്. ഇത് റെഗുലർ വെർബ്. വെർബ് കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. കെയിലാണ് വെർബ് അവസാനിക്കുന്നതിൽ ഇക്റ്റ് എന്ന് പറയണം. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. വേർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്.
ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ് ഫോർ മീ? ഒരുപാട് നേരമായിട്ട് എന്താണ് നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അത് ക്വസ്റ്റനാക്കിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് ക്വസ്റ്റൻ അല്ലാതെ ആക്കണമെങ്കിൽ യു ആദ്യം എടുക്കുക. യു ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നാവും. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ലോങ് ഫോർ മീ? എനിക്ക് വേണ്ടി ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണോ? യെസ്, ഐ ഹാവ് ബീൻ സ്റ്റാൻഡിങ് ഹിയർ. ഞാനിവിടെ നിൽക്കുകയാണ്. ഇൻ ദ റെയിൻ, മഴയത്ത്. ഫോർ ഹാഫ് ആൻ അവർ, അരമണിക്കൂറോളമായിട്ട് എന്താണ് ഞാൻ മഴയത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇൻ ദ റെയിൻ എന്ന് പറഞ്ഞാൽ മഴയത്ത്, ഇൻ ദ സൺ എന്ന് പറഞ്ഞാൽ വെയിലത്ത്. ലഞ്ച് ഈസ് നോട്ട് ക്വൈറ്റ് റെഡി യെറ്റ്. ഇത് വായിക്കേണ്ടത് ക്വൈറ്റ് എന്നാണ്. ക്വൈറ്റ് ശരിക്കും റെഡി ആയിട്ടില്ല. ദാ ഈ ഒരു സെൻറ്റൻസ് വേർഡുണ്ട്. ഇത് നമ്മൾ വായിക്കുന്നത് ക്വയറ്റ് എന്നാണ്. ക്വയറ്റ്, ശാന്തമായ. ഇത് ക്വയറ്റ് എന്നും വായിക്കണം. ഇത് ക്വൈറ്റ് എന്നും വായിക്കണം. ക്വൈറ്റ്, ക്വയറ്റ്. യെസ്, ലഞ്ച് ഈസ് നോട്ട് ക്വൈറ്റ് റെഡി യെറ്റ്. എറ്റ് ഇതുവരെയായിട്ട്. ഇതുവരെയായിട്ട് എന്താണ് ലഞ്ച് ശരിക്കും ഞാൻ റെഡിയെന്ന് പറയാറായിട്ടില്ല. ഓൾ ദോ എന്നിരിക്കലും ഐ ഹാവ് ബീൻ കുക്കിംഗ്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ഓൾ ദ മോർണിംഗ്, മോർണിംഗ് മുഴുവനുമായിട്ട് എന്താണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെറ്റ് എന്നിട്ടും ലഞ്ച് ഈസ് നോട്ട് ക്വൈറ്റ് റെഡി. ശരിക്കും റെഡി എന്ന് പറയാൻ ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. ഈ ഹാസ് ബീൻ സബ്ജക്റ്റ് ഏകോപനമായതുകൊണ്ട് ഹാസ് വന്നു. ഈ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ 15 years. 15 yearsോളമായിട്ട് എന്താണ് അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആക്ഷൻ, അത് നടക്കുന്ന ആക്ഷൻ അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് ആവണമെന്ന് നിർബന്ധമില്ല. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ എന്താണ് അവസാനിച്ച കാര്യവുമാവാം. പക്ഷേ ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണോ അതിൻ്റെ ആ ഇഫക്റ്റ് നിലവിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രവൃത്തി ചെയ്ത വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരാൾ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അയാൾക്ക് എന്താണ് അപ്പോഴാ ക്ഷീണമുണ്ട്. വർക്ക് ചെയ്യുന്ന അയാൾ കുറേ മുമ്പ് അയാളത് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ ക്ഷീണം ഇപ്പോഴും ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇതേ ടെൻഷൻ നമ്മൾ ഉപയോഗിച്ച് പറയും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭം അനുസരിച്ച് വേണം നമ്മൾ കാര്യം മനസ്സിലാക്കാൻ. അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണോ, അതല്ല ചിലപ്പോൾ എന്താണ് 5-10 മിനിറ്റുകൾക്ക് മുമ്പ് അവസാനിച്ച കാര്യമാണോ എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ സെൻറ്റൻസ് നോക്കൂ. ഐ എം കോൾഡ് ബിക്കോസ് ഐ ഹാവ് ബീൻ സ്വിമ്മിങ് ഫോർ ആൻ അവർ. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്താണ്, ഒറ്റ കാഴ്ചപ്പാടിൽ നമുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവണമെന്നില്ല. ഐ എം കോൾഡ് ബിക്കോസ് ഐ ബീൻ സ്വിമ്മിങ് ഫോർ ആൻ അവർ. ഒരു മണിക്കൂറോളമായിട്ട് ഞാൻ എന്താണ് നീന്തുകയായിരുന്നു എന്നുള്ള, അപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എന്താണ് നീന്തുകയായിരുന്നു. അതുകൊണ്ട് എന്താണ് ഞാനിപ്പോൾ ടയേർഡാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു പാസ്റ്റിലേക്ക് നമ്മളെന്താണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ് കടന്ന് ചെല്ലാം. സ്വിമ്മിൻ്റെ വെർബ് ഫോംസ് സ്വിം, സ്വാം, സ്വമാണ്. നമ്മളെപ്പോഴും വെർബിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ ഡബിൾ എമ്മോ ഡബിൾ എന്നോ എല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഒരെണ്ണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യാവുള്ളൂ. എഴുതുമ്പോൾ രണ്ടും എഴുതണം. അപ്പോൾ ഇത് സ്വിമ്മിങ് എന്ന് പറയുന്നത് സ്വിമ്മിങ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ സമ്മർ എന്ന് പറയുന്നത് സമ്മർ. ഐ എം കോൾഡ് ബിക്കോസ് ഐ ബീൻ സ്വിമ്മിങ് ഫോർ ആൻ അവർ. അതുകൊണ്ട് എന്താണ് ഐ എം കോൾഡ് ഞാനൊക്കെ തണുത്ത് വിറച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നോക്കുക. ഐ എം വെരി ടയേർഡ്. ഐ ഹവ് ബീൻ റണ്ണിങ് റൗണ്ട് ദ ടൗൺ ഓൾ ഡേ. ഈ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും നടക്കരുത്. ഇൻ ഡിഫറെൻ്റ് ഡയറക്ഷൻസ്, ഇൻ ഡിഫറെൻ്റ് ഏരിയാസ്, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് എന്നുള്ള മീനിങ്ങിലാണ് അവിടെ റൗണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൗണ്ടിന് പകരം നമുക്ക് എറൗണ്ടും ഉപയോഗിക്കാം. എറൗണ്ട് ആകുമ്പോഴത് അമേരിക്കൻ ഇംഗ്ലീഷ്, റൗണ്ട് ആകുമ്പോൾ ബ്രിട്ടീഷിൽ ഉപയോഗിക്കുന്നു. ഐ എം വെരി ടയേർഡ്. ഐ ഹവ് ബീൻ റണ്ണിങ് റൗണ്ട് ദ ടൗൺ ഓൾ ഡേ. ദിവസം മുഴുവൻ എന്തായിരുന്നു ഞാൻ ടൗണിൽ എന്താണ് പല ഭാഗത്തൂടെ ഓടി നടക്കുകയായിരുന്നു.
അതുകൊണ്ടെന്നാണ് ഐ എം വെരി ടയേർഡ്. കാരണം ആ ക്ഷീണം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേ ടെൻസ് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കുറേ വർക്കേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. ദേ ആർ ടയേർഡ് ബിക്കോസ് ദേ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ ഗാർഡൻ സിൻസ് മോർണിംഗ് മുതൽ എന്താണ് അവർ ഗാർഡനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടെന്താണ് ദേ ആർ വെരി ടയേർഡ്. വർക്ക് എന്നുള്ളത് ഒരു റെഗുലർ വെർബായതുകൊണ്ട് ഇ ഡി ചേർത്താൽ മതി. വർക്ക്ഡ്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്, ഒരേ സമയം നമുക്കെന്താണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യവുമായിട്ട് എടുക്കാം. അതേസമയം എന്താണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവസാനിച്ച, അല്ലെങ്കിൽ എന്താണ് മിനിറ്റുകൾക്ക് പകരുന്നതാണ് 1-2 മണിക്കൂറുകൾക്ക് മുമ്പും അവസാനിച്ച കാര്യമാവാം. കാരണം ഇവിടെ നോക്കുക, ഐ എം വെരി ടയേർഡ്, ഐ ബിൻ റണ്ണിങ് റൗണ്ട് ദ ടൗൺ ഓൾ ഡേ. ചിലപ്പോൾ ടൗണിൽ പോയത് എന്തായിരിക്കാം, രാവിലെ 9 മണിക്കായിരിക്കാം. അത് കഴിഞ്ഞ് 10 മണി വരെ ടൗണിലുണ്ടായിരുന്നിരിക്കാം. ഈ പറയുന്ന സമയം എന്തായിരിക്കാം, ഒരു പക്ഷേ 11 മണിയായിരിക്കാം. പക്ഷേ ആ ക്ഷീണം അപ്പോഴുള്ളതുകൊണ്ട് എന്താണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് നോക്കുക. ഇതൊരേ സമയം ഒറ്റ നോട്ടത്തിൽ എന്താണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ആ കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷേ എന്തായിരിക്കാം, അവർ വർക്ക് ചെയ്തിട്ട് എന്തായിരിക്കാം, ഒരു 5-10 മിനിറ്റ് മുമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരവിടെ വിശ്രമിക്കുകയാവാം, റെസ്റ്റ് ചെയ്യുകയാവാം. ആ മീനിങ്ങിലാവാം നമ്മളത് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.